വീട്ടിലേക്ക്. അവിടെ ആകെ സർപ്രൈസ് ചെയ്യിക്കാൻ എങ്ങനെയാണ് എന്തൊക്കെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ നല്ല ഇഷ്ടപ്പെട്ട വീട്. അതെങ്ങനെ 2-3 hours നമ്മൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കായിരുന്നു കേട്ടോ, എന്തൊക്കെ സാധനങ്ങളാണെന്നൊക്കെ. അപ്പോൾ ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് ഒരു 8 മണിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നാളെ ഗൃഹപ്രവേശത്തിനുള്ള പൂജാ സാധനങ്ങളൊക്കെ വാങ്ങും. പൂജാ സാധനങ്ങൾ അവർ കൊണ്ടുവരും. അല്ലാതെ നമ്മൾ ഇപ്പോൾ ഭഗവാനെ ചാർത്തുള്ള മാല, വീട്ടിൻ്റെ മുന്നിൽ മാലയൊക്കെ വേണമല്ലോ, അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നിക്കാം. പിന്നെ എനിക്ക് മുല്ലപ്പൂ വാങ്ങിക്കണം, അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കണം. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ അവിടുത്തെ നമ്മൾ ഫുള്ള് സർപ്രൈസായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ നമ്മൾ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ പിന്നെ എഡിറ്റ് ചെയ്തിട്ട് എന്തായാലും ഇടുന്നതായിരിക്കും. ഇപ്പം നമ്മളിവിടെ മുല്ലപ്പൂവും പൂവും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇവിടെ ഗണപതി ആയതുകൊണ്ടേ ഫുള്ള്, അല്ലെങ്കിൽ ഇവിടെ ഉണ്ട്, പക്ഷെ എന്നാലും ഗണപതിയായിട്ട് ഭയങ്കര ഒരു വൈബ്. നമ്മളവരെ ഗണപതി ടൈമിലാണ്. എനിക്കൊന്ന് 2 വീട്ടിൽ നിന്നും ഗണപതിക്ക് അച്ഛനമ്മമാർ ഇതുവരെ വന്നിട്ടില്ല. ബാക്കി ദിവാലി ദസറയൊക്കെ ഒരു ആഘോഷം, പക്ഷെ ഗണപതി കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു സമയം ഓൾമോസ്റ്റ് ഈ ഒരു ഗണപതിയും ഹൗസ് വാമിങ് ഒരുമിച്ചായതുകൊണ്ട് അവർക്ക് ആ ഒരു ഭാഗ്യം കൂടെ ഉണ്ടായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അച്ഛന് പിന്നെ എവിടെ ചെന്നാലും ആരായാലും എങ്ങനെയാലും എന്തായാലും അവിടെ കത്തിയടി. ഇപ്പൊ മൂപ്പരന് പൂവ് എങ്ങനെ കെട്ടുമെന്ന് പഠിപ്പിക്കുകയാണ്. വർഷങ്ങളായി പൂവ് കെട്ടുന്ന ആളാണ്. മൂപ്പരേരി പൂവ് കെട്ടാൻ പഠിപ്പിക്കുകയാണ്. 2 4 6 8 10 എന്താ പഠിപ്പിക്കുന്ന വെച്ചാൽ മാലയുടെ മുകളിൽ കെട്ടുന്ന സമയത്ത് താഴെ എത്ര കെട്ട് വേണം എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കുക. ഇത്ര ഇത് വെച്ചാലാണ് അത് നല്ല ഭംഗി, അല്ലെങ്കിൽ എന്താ അതാണ് ഐശ്വര്യം എന്ന് പറഞ്ഞിട്ട് അത് പഠിപ്പിക്കുകയാണ് ഇപ്പൊ അയാളെന്നെ. അത് പഠിപ്പിച്ചു കൊടുത്തതിന് അച്ഛന് ഫ്രീ ആയിട്ട് ഒരു പൂവ് സമ്മാനം. കൃഷ്ണന്റെ മുകളിലായി കഴിഞ്ഞാൽ ഇത് ചോട്ടിലേക്ക് ഇരിക്കും. കൃഷ്ണനെ ശരിക്കും അറിഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണനെ കാണും ചെയ്യാം. ചെറിയ മാലയാണ്. അത് നമുക്ക് സെന്ററിലേ ഇങ്ങനെ ആക്കിയതിനു ശേഷം പിന്നെ ഇങ്ങനെ തൂക്കിയിടാം. അത് എത്രയുള്ള വെച്ചാൽ അതിനവിടെ നിൽക്കുക. ഒരു പൂവ് കിട്ടിയത് പോരാണ്ട് പൂക്കട മുഴുവൻ മേടിക്കുന്നത് പഠിപ്പിച്ചിട്ട്. ഓക്കെ, താങ്ക് യു. എന്തായാലും മാലട്ടാ പഠിപ്പിച്ചില്ലേ? എനിക്ക് വയ്യ. എന്നാ കേറ്. അപ്പോൾ ഞങ്ങളിതാ പൂജാ സാധനങ്ങളൊക്കെ വാങ്ങിച്ചതാ തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ. എന്നിട്ട് അവിടെ അച്ഛൻ്റെ ഡിസ്കഷനാണ് എന്തൊക്കെ നാളെ ചെയ്യണം, എങ്ങനെ മാല കെട്ടണം. അതിനിടയ്ക്ക് തന്നെ നമ്മുടെ പൂജാ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കുക. അത് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഏകദേശം ഒരു 12-1 മണി വരെ ഇരുന്ന് വർത്താനം പറഞ്ഞു കേട്ടോ. നെക്സ്റ്റ് ഡേ ഏത് സാരി ഉടുക്കണം, എങ്ങനെയാണ് എല്ലാവരും ഒരുപോലെ എന്നൊക്കെ പറഞ്ഞ് ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുകയായിരുന്നു. എല്ലാവരും കൂടി കുറേ കാലത്തിന് ശേഷമാണ് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് വരുന്നത്. എനിക്ക് തോന്നുന്നു 10-15 വർഷത്തിന് ശേഷമാണ് എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഉണ്ടാവുന്നത്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി നാളേക്കുള്ള വെയിറ്റിംഗ് ആണ് എല്ലാവരും. ഹലോ, ഗുഡ് മോർണിംഗ്. സോ ഇന്നാണ് നമ്മുടെ ഗൃഹപ്രവേശം. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ റെഡി ആയിട്ടോ. നമ്മളെല്ലാവരും ലേഡീസ് എല്ലാവരും റെഡ് കളർ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ഫുള്ള് നമ്മുടെ പൂജാ സാധനങ്ങളുടെയും ഒക്കെ ഇന്ന് ഫുൾ പൂജയും കാര്യങ്ങളുമാണ്. പാലുകാച്ചലൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ നമുക്ക് പോയേക്കാം. ഞങ്ങളെല്ലാവരും റെഡിയായി വന്നിട്ടുണ്ട്. സോ പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടുപേര് സ്വരം. സ്വപ്ന, രമേഷ്, മിത്ര 3 പേരുടെയും കൂടെ പേര് കൂട്ടിയിട്ടാണ് നമ്മൾ സ്വരം എന്ന പേര് വെച്ചത് കേട്ടോ. അപ്പം നമ്മൾ ഗൃഹപ്രവേശ ചടങ്ങിന് നമുക്കൊരു ടൈം ഉണ്ടായിരുന്നു. 7:15 മുതൽ 9:45 വരെയായിരുന്നു നമ്മുടെ ആ ഒരു ടൈം കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേയായിട്ട് ചില ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ സാധാരണ രാവിലെ 5 മണിക്ക് ഗണപതി ഹോമം കാര്യങ്ങളൊക്കെ നടത്തും. നമ്മളതൊന്ന് ഓൾറെഡി മുന്നേ നടത്തിയ കാരണം ചെറിയൊരു ശാന്തി പൂജ, ഗൃഹപ്രവേശ പൂജ, പാലുകാച്ചൽ ചടങ്ങ്, അത് കഴിഞ്ഞിട്ട് വേറെയും കുറേ പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ഞങ്ങളെല്ലാവരും കൂടെ ചെയ്യുമായിരുന്നു കേട്ടോ. നമ്മൾ അവിടുന്ന് നമ്മൾ ഇത്രയും വർഷം പൂജിച്ച അതേ കൃഷ്ണ വിഗ്രഹം തന്നെയാണ് നമ്മൾ ഇവിടെ വയ്ക്കുന്നത്. അതെന്തായാലും നമ്മൾ മാറ്റുന്നില്ല. നമ്മുടെ എല്ലാ ഐശ്വര്യം
ഐശ്വര്യങ്ങൾക്കും നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് പൂജിക്കുന്നത് തന്നെയാണ്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെക്കുക. അപ്പോൾ നമുക്കിവിടെ അടുത്ത് പൻവേൽ തന്നെ ഒരു വാസുദേവൻ നമ്പൂതിരി അദ്ദേഹമാണ് വന്നത് കേട്ടോ. നമ്മുടെ ഈ ഒരു ഇത് ചെയ്യാൻ ഗണപതിയൊന്നും ചെയ്യാനും അദ്ദേഹം തന്നെ വന്നത്. അപ്പോൾ പൂക്കുല നമ്മുടെ നാട്ടിലെങ്ങനെയാണോ അതേപോലെ തന്നെ വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അവർ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ ഇതേ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചടങ്ങുകൾ ഒക്കെ വേണമല്ലോ അല്ലേ. ഓരോ സ്ഥലത്തും ഓരോ പോലെ ആയിരിക്കും. നമ്മുടെ എവിടെ എങ്ങനെയാണോ ചെയ്യണത് ഏകദേശം ആ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഗൃഹപ്രവേശ പൂജയുടെ കാര്യങ്ങളൊക്കെ ചെയ്യണത്. അപ്പം നമുക്ക് നോക്കാം. ഇനി വിളക്ക് കത്തിച്ച് ഉള്ളിലേക്ക് കയറാം അല്ലേ. അപ്പോൾ പാല് കാച്ചൽ എന്ന് പറയുന്ന ആ ഒരു ചടങ്ങ് കഴിഞ്ഞു. നമുക്കത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അരിയിട്ട് പായസം വെക്കുകയാണ് നമ്മൾ ചെയ്യുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ബാക്കിയുള്ള പൂജ കാര്യങ്ങളും കുറച്ചും കൂടെ ഉണ്ട്, ശാന്തി ഹോമം കുറച്ച് ഹോമങ്ങളും കൂടെ ഉണ്ട്. അപ്പോൾ ആ ഒരു പൂജ ഫുള്ള് കഴിയുന്നവർ, ഒരു അരമണിക്കൂർ കഴിയുന്നവർ ഒരാൾ അത് ആ ഒരു ഇലയിൽ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പിടിച്ചിട്ട് ഇരിക്കണം. അപ്പോൾ ഞാൻ എന്തായാലും വിഷ്ണു സഹസ്രനാമം ചൊല്ലിയായിരുന്നു ആ ഒരു ഫുൾ ടൈം. എല്ലാ കാര്യങ്ങളും നമ്മൾ നല്ലപോലെ നടത്തുന്നല്ലോ. അപ്പോൾ ഞാനാണ് അവിടെ ഇരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു വിഷ്ണു സഹസ്രനാമം കൂടെ ചൊല്ലി അത് കഴിഞ്ഞിട്ട് തേങ്ങ ഉടയ്ക്കലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഇതാ ഈ ഒരു സംഭവം ലാസ്റ്റ് പൂജയുടെ, അതായത് ഗൃഹപ്രവേശത്തിൻ്റെ ലാസ്റ്റ് പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഏകദേശം ഇതായിട്ടോ. അപ്പം നമ്മുടെ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ പാല് തിളച്ച അതേ പാലിൽ അരിയിട്ട് എന്തായാലും അരിയിട്ട് തിളപ്പിക്കണം. എന്നാൽ ചിലർ ചോറ് വയ്ക്കും. നമ്മുടെ അവിടെ അത് പായസം വെച്ചിട്ട് അങ്ങനെ എല്ലാവർക്കും കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇന്നല്ല നമ്മുടെ ചടങ്ങും ബാക്കി ഫംഗ്ഷനൊന്നും, കാരണം ഇന്ന് ഒരുപാട് പൂജകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10 മണിയൊക്കെ ആയി. അപ്പോൾ പായസം റെഡിയായി. ഇനി ഇത് കഴിഞ്ഞ് ഇതാ ഫുഡൊക്കെ വന്നു. അപ്പോഴേക്കും നമ്മൾ ഇഡ്ഡലിയും വടയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ കേട്ടോ. അതൊക്കെ വന്നു. അപ്പോൾ ആദ്യത്തെ പൂജ കഴിഞ്ഞാൽ രണ്ടാമത്തെ പൂജ ആരംഭിക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ സുഖമായിട്ട് ഇരുന്നിട്ട് തിരുമേനിയുടെ പൂജ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷം. താങ്ക് യു. ഏത് ടി വി ചാനലിലാണ് വർക്ക് ചെയ്യുന്നത്? ഏത് ടി വി ചാനലിലാണ്? അപ്പോൾ നമ്മുടെ ഗൃഹപ്രവേശവും അതിനുള്ള പൂജയും ശാന്തി പൂജയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ വാസ്തുപൂജയും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വാസ്തുപൂജ തുടങ്ങാൻ പോകണം. അപ്പോൾ അത് മെല്ലെ ചെയ്താൽ മതി. ഒന്നെങ്കിൽ നമുക്ക് സൂര്യോദയത്തിന് മുന്നേ ചെയ്യണം, അങ്ങനെയായിരുന്നു. അപ്പോൾ ഒരുപാട് നേരത്തെ വേണ്ട. അപ്പോൾ ഇന്നിപ്പോൾ വേറെ ഒരു ഫംഗ്ഷൻ നമ്മളൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ വിചാരിച്ച് ഫുൾ പൂജകളായിട്ട് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ വാസ്തുപൂജയുടെ ഇത് തുടങ്ങണം. ഒരു 1 hour ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഏകദേശം 11 മണിയായി എല്ലാം കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ഉച്ച വരെ വാസ്തുപൂജയും കാര്യങ്ങളും അതെന്താ വെച്ചാൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈവനിങ്ങിൽ രാത്രി അസ്തമയത്തിന് ശേഷം കുളിച്ചിട്ടാണ് പിന്നെ അത് അവിടെ നിന്ന് എടുത്ത് മാറ്റാനൊക്കെ പാടുള്ളൂ. അപ്പോൾ ഇന്ന് ഫുള്ള് നമ്മൾ അങ്ങനെ ഒരു ഇതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കാണിച്ചു തരാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ വാസ്തുപൂജയൊക്കെ കാണുന്നത്. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഇനി അടുത്തത് വാസ്തുപൂജയാണ് കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിൽ ഇപ്രാവശ്യം വാസ്തുപൂജയും കാര്യങ്ങളും കൂടെ നടത്തുന്നുണ്ട്. അതിൻ്റെ ഒരു ചെറിയ ഒരുക്കങ്ങളും അവിടെ അമ്മമാരൊക്കെ തുളസി നേരെയാക്കലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊരു ഒന്നെങ്കിൽ അത് സൂര്യോദയത്തിന് മുന്നേ ഞാൻ പറഞ്ഞ പോലെ തന്നെ, അല്ലെങ്കിൽ പിന്നെ മെല്ലെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഈ ഒരു സംഭവം ഇവിടെ നടത്തുന്നത്. എന്തായാലും ഒരുപാട് പൂജകൾ ചെയ്യണമെന്ന് നമ്മൾ വിചാരിച്ചതായിരുന്നു. അപ്പോൾ പിന്നെ ഇതും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഏകദേശം ഒരു 1 മണി വരെ ഉണ്ടായിരുന്നു കേട്ടോ വാസ്തുപൂജയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വിചാരിച്ചു ചെറിയൊരു ഫാമിലി ഫോട്ടോ എടുക്കാമെന്ന്. അപ്പം എൻ്റെ അച്ഛൻ സർപ്രൈസായിട്ടൊരു ഗിഫ്റ്റൊക്കെ തരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഫാമിലി ഫോട്ടോയ്ക്ക് വേണ്ടി പോസ് ചെയ്തിരുന്നതാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ പറഞ്ഞത് ഇതാ ഗിഫ്റ്റ് ഉണ്ട്, ഒന്ന് നീച്ച് നിൽക്കൂ, അല്ല ഒന്ന് ഇരിക്കൂ, നമുക്ക് എന്താ പറയുക ഒരു സാധനം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് ഞങ്ങൾ ആകെ അന്തമിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. കാരണം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അമ്മയ്ക്കും പെട്ടത് സർപ്രൈസും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ്റെ വക ഒരു സർപ്രൈസ് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ കുറച്ച് കിടിലൻ
വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. കുറേ കാലമായി സത്യം പറഞ്ഞാൽ ഇങ്ങനെ എല്ലാവരും കൂടിയിട്ടുള്ള ഫോട്ടോയും വീഡിയോയും, കാരണം എല്ലാവരും കൂടിയിട്ട് വന്ന് ഞാൻ പറഞ്ഞല്ലോ കുറേ കാലത്തിന് ശേഷമാണ് 2 വീട്ടിൽ നിന്നും ഒരുമിച്ച് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ടൈമിലെങ്ങാനും വന്നതായിരിക്കും. അതിനുശേഷം ഒരുമിച്ച് ഇങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം ഞങ്ങൾ എന്തായാലും കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഇന്നത്തെ ദിവസം ആക്ച്വലി കംപ്ലീറ്റ് ഫ്രീ ആണ്, വേറെ ആരും നമ്മൾ ക്ഷണിച്ചിട്ടില്ല. കാരണം 1 മണി വരെയും പൂജയും കാര്യങ്ങളായിരുന്നു. പിന്നെ ഈ വാസ്തുപൂജയുടെ ഇത് ഈവനിങ്ങിൽ രാത്രി കുളി കഴിഞ്ഞിട്ട് എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ആ ഫുൾ ഡേ അത് അവിടെ അങ്ങനെ തന്നെ ഇരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഫുൾ ടൈം വീട്ടിൽ തന്നെയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ സദ്യയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉച്ചയ്ക്ക്. അങ്ങനെ ഈ സീസണിലെ പാലുകാച്ചൽ അവസാനിച്ചിരിക്കുന്നു. സന്തോഷം. ഇനി സദ്യ ഉണ്ട്, കുട്ടി സദ്യ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. രാവിലെ നമ്മൾ ഇഡ്ഡലിയും വടയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി പായസം ഓൾറെഡി നമ്മൾ ഉണ്ടാക്കി. എന്തായാലും ഇതോടുകൂടി ഇന്നത്തെ പരിപാടിയോട് വിട പറഞ്ഞിരിക്കുകയാണ്. ബാക്കി നാളെയാണ്, ഫംഗ്ഷൻ നാളെയാണ്. കാരണം ഇപ്പൊ സമയം 1:30-2 മണിയായി. അതുകൊണ്ട് ഗ്രൂപ്പ് ഫോട്ടോ പരിപാടികളായിരുന്നു, അതങ്ങനെ കഴിഞ്ഞു. ഇന്ന് ഫുൾ പൂജയായിട്ട് നമ്മള് നിന്നു. എല്ലാം ഓക്കെ, സന്തോഷമായി അല്ലേ? 2:30 അപ്പോൾ ഞങ്ങൾ വിശക്കണില്ല ആക്ച്വലി, അതുകൊണ്ടാണ് 2:30. കാരണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ലേറ്റ് ആയി. പൂജ കഴിയുമ്പോൾ ഇവർ തുടങ്ങി ബാക്കിൽ. ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് നല്ല അടിപൊളി സദ്യ കഴിക്കാൻ പോവാണ്. പിന്നെ വിശക്കും. ആ റിപ്പോർട്ടർമാരൊക്കെ ഉണ്ട് സംസാരിക്കുക. ഹലോ ഹലോ. ഇന്നത്തെ ഗൃഹപ്രവേശം അടിപൊളിയായി, മൊത്തം ഗംഭീരായിട്ട് ഇതുവരെയുള്ള എല്ലാ പരിപാടികളും ഗംഭീരമായി. അതെ, ഹാപ്പി ഹൗസ് വാമിംഗ്. അമ്മയ്ക്ക് പറയാനുള്ളത് അപ്പൊ എല്ലാരും അടിപൊളിയല്ലേ? ഹാപ്പി? എല്ലാവരും ഹാപ്പി അല്ലേ? വിത്ത് മോളെ ഹാപ്പി അല്ലേ? റൂം അങ്ങോട്ട് ബോധിച്ചു അവിടുന്ന്. താങ്ക് യു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു, എല്ലാവർക്കും താങ്ക് യു. ഓക്കെ, ബൈ. അങ്ങനെ ഇന്നത്തെ ഫംഗ്ഷൻ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു. ഇന്നത്തെ ഫംഗ്ഷനല്ല, ഇന്നത്തെ പൂജയും കാര്യങ്ങളൊക്കെ. അപ്പോൾ 2 അച്ഛന്മാരും കൂടെ അങ്ങോട്ട് പോയിരിക്കുകയാണ് കേട്ടോ, നമ്മുടെ മറ്റേ വീട്ടിലേക്ക് പോയിട്ട്. അവരവിടെ ബാഗൊക്കെ അവിടെയാണ്. അപ്പോൾ നാളെ ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞപ്പോൾ അവരവിടെ ഫ്രഷ് ആവാനും കാര്യങ്ങൾക്കൊക്കെ പോയി. ഞങ്ങളിത് എല്ലാവരും കൂടി ഇവിടെ ഇരുന്ന് വർത്തമാനം പറയുകയാണ്. ഡ്രസ്സൊക്കെ മാറ്റി വിത്തുകുട്ടി അവിടെ ഉണ്ട്, ഇതാ ആളെ കഴിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ തൽക്കാലം ഇന്നത്തെ വീഡിയോ എനിക്ക് തോന്നുന്നു ഇവിടെ വെച്ച് അവസാനിപ്പിക്കും. ഇപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്ന് എല്ലാം വളരെ ശുഭകരമായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്കും ഈ ഹൗസ് വാമിംഗ് ഫംഗ്ഷൻ കാണിച്ചു തരാൻ പറ്റി. എല്ലാവരും എക്സൈറ്റഡ് ആണ്. കുറേ മെസ്സേജ് എനിക്ക് പേഴ്സണലും വന്നിട്ട്, ഇൻസ്റ്റയിലും വന്നിട്ട്, എല്ലാത്തിലും വന്നിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും വേഗം തന്നെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് ഇടുന്നതായിരിക്കും. അപ്പോൾ തൽക്കാലം ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വെച്ച് നിർത്താണ്. ഇനി വേറെ നാളെയാണ് നമ്മൾ ഫ്രണ്ട്സിനെയൊക്കെ, ക്ലോസ് ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കണം, അങ്ങനത്തെ ഫംഗ്ഷനൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ വേറൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ബൈ. ഒരുപാട് പേര് നമ്മൾക്ക് വിഷസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് മെസ്സേജസ്, വീട് കാണാൻ വെയിറ്റിംഗ് ആണ്, ഗൃഹപ്രവേശത്തിൻ്റെ വീഡിയോ കാണാൻ വെയിറ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞാൽ. അതുകൊണ്ടാണ് ആദ്യം തന്നെ കുറച്ച് ബിസി ആണെങ്കിലും വേഗം തന്നെ എഡിറ്റ് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ ഇട്ടത്. നമ്മളിനി ഷോർട്സ്, വീടിൻ്റെ ഇതൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡെയിലി ഓരോ വീടിൻ്റെ ചെറിയ കാര്യങ്ങളായിട്ട് നമ്മൾ ഷോർട്സ് ഇടുന്നുണ്ട്. സോ ഡെയിലി ഷോർട്സ് ഒന്ന് പോയി നോക്കൂ. ചിലപ്പോൾ ഉച്ചയ്ക്ക് ആയിരിക്കും ഇവിടെ, ചിലപ്പോൾ രാത്രി ആയിരിക്കും ഇവിടെ. അപ്പോൾ എന്നും ഷോർട്സ് നമ്മൾ ഇടുന്നതായിരിക്കും കേട്ടോ. പറ്റുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ ഷോർട്സിന് ലോങ് വീഡിയോസ് മാക്സിമം നമ്മൾ വേഗം എഡിറ്റ് ചെയ്തിടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇത്രയും സപ്പോർട്ടും ഇത്രയും അനുഗ്രഹവും, നിങ്ങളുടെ ഒരുപാട് സന്തോഷം, തുടർന്നും നിങ്ങളുടെ അനുഗ്രഹവും കാര്യങ്ങളും ബ്ലെസ്സിങ്സും ഒക്കെ നമുക്ക് വേണം കേട്ടോ. അപ്പോൾ അടുത്ത വ്ളോഗായിട്ട്